ഫവാസെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നല്ല നാണം കെട്ടൊരു തോൽവിക്ക് പിന്നാലെ ഇപ്പോൾ ആഭ്യന്തര കലഹം നടക്കുകയാണ് നമ്മുടെ CPM-നുള്ളിൽ. ഒരുപാട് പേര് തുറന്ന പരാമർശങ്ങളും ആ, പ്രതികരണങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. KK ശൈലജ ടീച്ചർ ഉൾപ്പെടെ അവരും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഒരിക്കലും നിൽക്കാൻ താല്പര്യം ഇല്ലാതിരുന്ന ഒരു മണ്ഡലത്തിലാണ് അവരെ കൊണ്ട് നിർത്തിയത്. അങ്ങനെ പാർട്ടി മനഃപൂർവ്വം തോൽപ്പിച്ചു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. PK ശ്രീമതി പറഞ്ഞു, ലജ്ജാകരമായിട്ടുള്ള തോൽവിയായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പലരും തുറന്നു പറച്ചിലുകൾക്ക് റെഡി ആവുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ വീണ ജോർജ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ, പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രി കൂടിയാണ് അവർ. അപ്പോൾ അവർ പറയുന്നു അവർക്ക് ഇപ്രാവശ്യം മത്സരിക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു, അവരെ നിർബന്ധിച്ച് നിർത്തിയതാണ്. അതായത് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 5 വർഷത്തെ ഭരണത്തിന്റെ നേട്ടം കൊണ്ടുപോയാൽ മതി എന്ന് വെച്ചിട്ട് അവാർഡ് വാങ്ങാനായിരിക്കാം ചിലപ്പോൾ അവിടെ നിർത്തി അങ്ങ് തോപ്പിച്ച് കയ്യിൽ കൊടുത്തത്. അവാർഡ് കൂടി വാങ്ങിയിട്ട് വേണമല്ലോ പോകാനായിട്ട്. 5 വർഷം അമ്മാതിരി ഭരണമായിരുന്നല്ലോ. അപ്പോൾ അവരിപ്പോൾ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ അവരെ തോൽപ്പിച്ചത് തോൽക്കുമെന്നറിയാമായിരുന്നത് കൊണ്ടായിരിക്കണമല്ലോ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നത്. അപ്പോൾ അവരെയും ഇതുപോലെ നിർബന്ധിച്ച് പാർട്ടി കുരുതി കൊടുത്തതാണ് എന്നുള്ള രീതിയിലേക്കാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. പാർട്ടിയിൽ ആരൊക്കെയാണ് അപ്പോൾ ബലിയാടുകളായിക്കൊണ്ടിരിക്കുന്നത്? ആരെയൊക്കെയാണ് ഇപ്പോൾ 2 ആരോഗ്യമന്ത്രിമാരും മുൻ ആരോഗ്യമന്ത്രിമാരും 2 വനിതാ മുൻ ആരോഗ്യമന്ത്രിമാരും ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്, തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരായിരുന്നു? എനിക്ക് തോന്നിയൊരു കാര്യം തരും, ഇവര് രണ്ടുപേരെ കൂടാതെ മൂന്നാമതൊരാളെ കൂടി പിണറായി വിജയൻ ബലി കൊടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന്റെ ഇടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് വലിയ കോലാഹലം നടക്കുമ്പോൾ, ചർച്ച നടക്കുമ്പോൾ, പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിന്റെ എല്ലാം പിറകിൽ ആരും, ഇവൻ പത്രപ്രവർത്തകർ പോലും അറിയാണ്ട് സ്ഥാനാരോഹിതനായ വ്യക്തിയാണ് ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നുള്ളത്. ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല. എല്ലാവരും മുഖ്യമന്ത്രി ഫിക്സ് ആയതിനു ശേഷമാണ് അറിയുന്നത്, അയ്യോ അപ്പുറത്തൊരാള് പ്രതിപക്ഷ നേതാവ് ആയി അല്ലേ എന്നുള്ളത്. കാരണം ആ ചർച്ച പോലും മാധ്യമരംഗത്ത് ഒരാൾ പോലും ഉന്നയിച്ചിട്ടില്ല. എല്ലാവരും അതിന്റെ പിന്നാലെയായിരുന്നു. അപ്പം ഒരു വർഷത്തോളം മെല്ലെ ചെരിഞ്ഞ് അങ്ങനെ പോയി ആ സീറ്റിൽ കയറേണ്ടിയിരുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, പിന്നെ ആരും ചോദിക്കാനുമില്ല, പിന്നെ ആരും പറയാനുമില്ല. അതിനുശേഷമാണ് ഈ പാർട്ടി ജില്ലാ തലത്തിലുള്ള മീറ്റിംഗ് കൂടുന്നതും സെക്രട്ടേറിയറ്റ് കൂടുന്നതും അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇനി എന്തായാലും അത് അവിടെ തീരുമാനമായി. പിന്നെ ഇനി എന്ത് എന്നുള്ളൊരു രണ്ടാമത്തെ ചോദ്യമുണ്ട്. അയാൾ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, പിണറായി വിജയൻ അവിടെ സെറ്റായി. പിന്നെ ആദ്യം കുരുതി കൊടുക്കാൻ പറ്റുന്ന ഒരാൾ, ഈ പറഞ്ഞ പോലെ എടുത്തെറിയാൻ പറ്റുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ രണ്ടുപേർക്കും ഒരു തരത്തിലും വിട്ടുവീഴ്ചയല്ല, രണ്ടുപേരും നല്ല ശക്തമായിട്ട് കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയൊക്കെ ഇന്ന് അതിരൂക്ഷമായിട്ടാണ് പറഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ കൂട്ടക്കുരുതി കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ബലിയാടാക്കാൻ പറ്റുന്ന ഒരു നേതാവ് എന്നുള്ളത് MV ഗോവിന്ദനാണ്. അപ്പം മറ്റുപേര് രണ്ടുപേരെ അറിഞ്ഞുകൊണ്ട് കുരുതിക്ക് കൊടുത്തു. ഇദ്ദേഹത്തിന് ഈ മൂന്നാമതൊരു ആളായിട്ട് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തി എന്നുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ പാർട്ടി എന്തായാലും പ്രശ്നം വരും. പാർട്ടിക്കുള്ളിൽ പല ശൈലജ ടീച്ചർ ഈ പറഞ്ഞ പോലെ രംഗത്ത് വരാൻ ചാൻസ് ഉണ്ട്. ജയരാജൻ മുമ്പോട്ട്, കാരണം ജയരാജന്റെ അനുയായികളൊക്കെ ഇപ്പൊ തന്നെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പറച്ചിൽ തുടങ്ങി പാർട്ടിക്കുള്ളിലും ഫ്ലക്സ് അടിച്ചിട്ടും കാര്യങ്ങളൊക്കെ. എന്തായാലും ഗോവിന്ദനെ മാറ്റി. ഇന്ന് ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വീട്ടിൽ നിന്ന് പോലും എന്നോട് പറഞ്ഞു എന്റെ സ്വഭാവം, എന്റെ പെരുമാറ്റം ശരിയല്ല എന്നുള്ളത്. എനിക്കൊന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് പറഞ്ഞത്, MV ഗോവിന്ദൻ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ 100 പേരെങ്കിലും പാർട്ടിക്ക് എതിരായി നിൽക്കും എന്നുള്ളത്. അദ്ദേഹം ഇന്ന് ഔദ്യോഗികമായിട്ട് പറഞ്ഞു, വീട്ടുകാരും പറയുന്നുണ്ട് എന്റെ സംസാര ശൈലി ശരിയല്ല എന്നുള്ള തരത്തിൽ, അപ്പൊ ഞാനത് മാറ്റാൻ പ്രയത്നിക്കും എന്നുള്ളതാണ്. അപ്പം 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇവർക്ക് ഈ ബോധോദയം നടത്തുന്നത്. ഈ സാധനം ഇവർക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇലക്ഷൻ എനിക്ക് തോന്നുന്നു ഇവർ വീട്ടുകാർ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പം ഗോവിന്ദൻ മാറുമായിരിക്കും. അങ്ങനെ മാറിയിരുന്നു ഇത്ര വലിയ തോൽവിയിലോട്ട് പോവില്ലായിരിക്കാം എന്നൊരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, MV ഗോവിന്ദൻ മാറാൻ അദ്ദേഹത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ശ്യാമള എന്ന് പറയുന്ന ഭാര്യയെ പിടിച്ചു നിർത്തിയപ്പോഴാണെങ്കിലും MV ഗോവിന്ദന്റെ തീരുമാനമായിരുന്നില്ല അത്, മകന്റെ ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ മകനാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ചെലുത്തി അവിടെ കൊണ്ടുവന്നതെന്ന് പറയുന്നു. ഇപ്പൊ ശ്യാമള തോക്കും എന്ന് ആരും വിചാരിച്ചതുമല്ല. അവർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഉരുക്കുകോട്ടയായിരുന്നു. അത് മാത്രമല്ല, രാകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി തമ്പടിച്ച് ജനങ്ങളെയൊക്കെ നേരിട്ട് ഇറങ്ങി കണ്ട് അത്രയും ശക്തമായിട്ടുള്ളൊരു ക്യാമ്പയിനിങ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും തോറ്റു എന്നുള്ളതാണ്. പക്ഷെ ശൈലജ ടീച്ചർക്ക് വേണ്ടിയിട്ട് പേരാവൂര് ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്ന പോലെയായിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ഇങ്ങനെ തോൽവികളെ പറ്റി പഠിക്കാനായിട്ട് ഇവരൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അതിൽ പേരാവൂര് മാത്രമേ ഇല്ല. കണ്ണൂരത്തെ പാർട്ടി കോട്ടകളിലൊക്കെ എങ്ങനെ ഇടിവ് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുമ്പോൾ
അത് അവർക്ക് പ്രതീക്ഷയില്ലാത്തിടങ്ങളിൽ തോറ്റപ്പോഴാണല്ലോ തളിപ്പറമ്പ് ഉൾപ്പെടെ. പക്ഷെ പേരാവൂരിൽ അത് വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ പേരാവൂര് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു, തോൽക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ശൈലജ ടീച്ചറെ കുരുതി കൊടുത്തതാണ് എന്നുള്ളതിന് അതിനപ്പുറത്തേക്ക് വേറൊരു തെളിവ് ആവശ്യമായിട്ട് വരുന്നില്ല. എം വി ഗോവിന്ദന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, തോൽക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു എന്നുള്ളത്. കാരണം ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി അവിടെ തോൽക്കും എന്നുള്ള സാധനം. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. അതിന് മുമ്പേ ഈ സാധനം അറിയുമായിരുന്നെങ്കിൽ മാറ്റുമായിരുന്നു എന്നുള്ള തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ വാർത്ത. അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ മകനായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഭാര്യയെ വേണ്ട, ഭാര്യയെ നിർത്തണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു അദ്ദേഹം. പക്ഷെ മകന് അധികാരത്തിന്റെ ഇടനാഴിയിൽ നിന്ന് പെട്ടെന്ന് പിൻവാങ്ങാൻ പറ്റില്ലാത്തത് കൊണ്ട് അച്ഛനും അമ്മയും ആരെങ്കിലും ഒരാൾ അധികാരത്തിൽ ഉണ്ടാവണം എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനപ്രകാരമായിരുന്നു ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥിത്വം എന്നാണ് പറയുന്നത്. അത് വളരെ വലിയൊരു അപരാധമായി പോയി, അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമോശമായി പോയി എന്ന് ഗോവിന്ദൻ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ആന്തൂർ സാജന്റെ വിഷയമാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും ശ്യാമളയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. പി ദിവ്യയോടും ഇപ്പോൾ ശ്യാമള എന്ന് പറയുന്ന ഈ ലേഡിയോടും ഒക്കെ ശരിക്കും പാർട്ടി കാണിച്ചിട്ടുള്ളത് ഇരട്ടത്താപ്പല്ലേ. ഇവർക്ക് മാത്രം കിട്ടുന്ന കുറേ ബോണസ് പോയിന്റുകളുണ്ട് അവിടെ. ഇവരെ മാത്രം സംരക്ഷിക്കുന്ന ഒരു രീതി പാർട്ടി പലപ്പോഴും പിന്തുടർന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇവരോട് മാത്രം പാർട്ടി എത്രത്തോളം ഇഷ്ടം കാണിച്ചോ, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഫേവർ ചെയ്തു കൊടുത്തോ, അതിനൊക്കെ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണത്. ഇപ്പോൾ പി ദിവ്യയെ മാറ്റി നിർത്തിയതുപോലെ, ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിയതുപോലെ ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയത്. ഇപ്പൊ ശിവൻകുട്ടി തന്നെ പറയേണ്ട അവസ്ഥ വന്നു. ആര്യ രാജേന്ദ്രനെ കാറിൽ കയറ്റുന്നത് പോലും സ്ത്രീകൾ അവിടെ എതിർത്തു. അങ്ങനെ കയറ്റിയത് കൊണ്ട് വോട്ട് നഷ്ടമായി, അല്ലെങ്കിൽ കയറ്റിയത് കൊണ്ട് വിജയം നഷ്ടമായി എന്ന് പറയേണ്ട രീതിയിലേക്ക് വരെ വന്നു. ആര്യ രാജേന്ദ്രന്റെ ഒക്കെ ഒരു അവസ്ഥ ഭയങ്കര പത്തറ്റിക്കാണ്. ആ ഒരൊറ്റ വിഷയം കൊണ്ട്, ആ ഒരു 5 വർഷത്തെ ഭരണ മികവ് കൊണ്ട് സച്ചിൻ ദേവ് വരെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഇങ്ങനെ പാർട്ടി പ്രതീക്ഷിച്ച കോട്ടകളിൽ പരാജയം സംഭവിച്ചത് അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കുമ്പോൾ പോലും പേരാവൂരില്ല എന്ന് പറയുന്നിടത്ത് കെ ശൈലജയെ അറിഞ്ഞുകൊണ്ട് കുരുതി കൊടുത്തതാണെന്ന് ഉറപ്പാവുന്ന കാര്യമാണ്. പിന്നെ വീണ ജോർജിനെ ആറന്മുളയിൽ അവർ മന്ത്രിയായിരുന്നു തോക്കുമ്പോൾ അവരുടെ ഒരു ഈ ഇത്രയും വർഷത്തെ നിയമമാര് വരെ പരാതി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു മന്ത്രിയെ കാണാനായിട്ട്, ആരോഗ്യമന്ത്രിയാണ്, അവരോട് നേരിട്ട് ബോധിപ്പിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പക്ഷെ അവരെ കാണാനായിട്ട് ഒരിക്കലും ഇവർക്ക് സാഹചര്യം കിട്ടിയിരുന്നില്ല. ഇവരവിടെ ചെന്ന് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള, ഇവരൊരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരുന്നു ആരോഗ്യമന്ത്രി. പ്രൈവറ്റ് സെക്രട്ടറി ഈ പറയുന്ന സജീവ് എന്ന് പറയുന്ന ആളെ കണ്ട് അയാളോട് കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മാത്രമേ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മന്ത്രിയെ കാണണോ എന്ന് തീരുമാനിക്കുന്നത് വരെ അദ്ദേഹമായിരിക്കും. അദ്ദേഹമായിരുന്നു ശരിക്കും സൂപ്പർ മന്ത്രി എന്നാണ് പറയുന്നത്. ആരോഗ്യമന്ത്രിയായിട്ട് ഇവരെ കൊണ്ട് ഇരുത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഭരണം മുഴുവൻ മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കേണ്ട അവസ്ഥ. ഇപ്പോൾ നമ്മളുടെ ഇതിന്റെ ക്രൈമിന്റെ ചീഫ് എഡിറ്റർ നന്ദകുമാർ സാർ തന്നെ ഒരു വാർത്ത ചെയ്തതിന്റെ പേരിൽ ശരിക്കും ഡിഫമേഷൻ കേസുകൾ കൊടുക്കേണ്ടത് കോടതിക്ക് നേരിട്ട് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിഫമേഷൻ കേസ് എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന ആരോഗ്യമന്ത്രിയെ അപമാനിച്ചു എന്നതിൻ്റെ പേരിൽ, അവരുടെ ഡിഫൈൻ ചെയ്തു എന്നുള്ള പേരിൽ പരാതി കൊടുക്കുന്നു. 7 ദിവസത്തോളം അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വെക്കുന്നു. പക്ഷേ ആ കേസ് എടുത്തത് തന്നെ നിയമവിരുദ്ധമാണ്. അതിനകത്ത് ഡിഫമേഷൻ കേസ് പോലീസിന് ഡയറക്റ്റ് എടുക്കാൻ പാടില്ലാത്തൊരു സംഭവം, അത് എടുത്തത് തന്നെ നിയമവിരുദ്ധം. അത് മാത്രമല്ല, ആരോഗ്യമന്ത്രിക്ക് അപമാനമുണ്ടായി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് ആരോഗ്യമന്ത്രി ആയിരുന്നില്ല. അവിടെയും സൂപ്പർ മന്ത്രിയായിട്ടുള്ള ഈ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കേസ് കൊടുത്ത പരാതിക്കാരൻ പോലും. അതായത് ആരോഗ്യമന്ത്രിക്ക്, മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിന് മാനഹാനി ഉണ്ടായി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ പോലും പ്രൈവറ്റ് സെക്രട്ടറി കൊടുക്കുമ്പോൾ, അവർക്കോ അവരുടെ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കോ പോലും ഇല്ലാത്ത അത്രയും കെയർ ഇതോട് കൂടിയിട്ട് അയാൾ എല്ലാ കാര്യങ്ങളിലും, അതിന് പോലും ആ പരാതിക്കാരനായിട്ട് പോലും പ്രൈവറ്റ് സെക്രട്ടറി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ ഭരണത്തിലും റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരുന്നു മന്ത്രി എന്ന് തെളിഞ്ഞ കാര്യമാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷൻ ടൈമിൽ പോലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു അലിഗേഷൻ വന്നിരുന്നല്ലോ, കാശ് കൊടുത്തിട്ട് വോട്ട് വാങ്ങുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ അതേ സമയത്ത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാണ്ട് പോയൊരു കാര്യമുണ്ട്. ഈ പറയുന്ന പത്തനംതിട്ടയിൽ വീണ ജോർജ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ ആശാ വർക്കർമാർക്കും അംഗനവാടി ടീച്ചേഴ്സിനും ഉൾപ്പെടെ പല പേരുകളുടെയും പേരിൽ ഇലക്ഷൻ ഇതായിട്ട് തന്നെ പട്ടുസാരി കൊടുത്തായിരുന്നു, വോട്ടിന് പട്ടുസാരി. അത് മാധ്യമങ്ങൾ അങ്ങ് കണ്ണടച്ച് കളഞ്ഞൊരു വിഷയമാണ്. അത് വോട്ടിന് പട്ടുസാരി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷെ അത് ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യം തന്നെയായിരുന്നു. എന്നിട്ടും തോറ്റു. ശോഭാ സുരേന്ദ്രനെതിരെ കൊട്ടിഘോഷിച്ച് കൃത്യമായിട്ടും വീഡിയോ എടുത്ത് പുറത്ത് വിട്ടവർക്കൊന്നും വീണ ജോർജ് പട്ടുസാരി കൊടുത്തതിന്റെ കഥകളൊന്നും അറിഞ്ഞില്ല. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് പോലും, കാശിറക്കി വർക്ക് ചെയ്തിട്ട് പോലും, ഒരു മന്ത്രിയായിരുന്നിട്ട് പോലും സ്വന്തം മണ്ഡലത്തിൽ തോക്കുക എന്ന് പറയുന്നൊരു നാണം കെട്ട അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചത്
മനഃപൂർവ്വം ഈ പാർട്ടിയുടെ പിന്നിൽ നിന്നിട്ടുള്ള കളി തന്നെയായിരുന്നു എന്ന് അവർ പോലും തുറന്നു പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. എനിക്ക് താല്പര്യമില്ലായിരുന്നു, ഞാൻ ജയിക്കില്ലായിരുന്നു, എന്നിട്ടും എന്നെ നിർത്തി എന്ന് അവരും തുറന്നു പറയണ്ട. ഇത്രയും നാളെ കപ്പിത്താനെന്ന് വാഴ്ത്തിയ ഒരാൾക്കെതിരെ വീണ ജോർജ് പോലും അവസാനം വാ തുറന്നിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം വേണുവിന്റെ മരണം, കൊല്ലത്തിൽ വേണുവിന്റെ മരണം, അദ്ദേഹം മരിച്ച സംഭവമൊക്കെ ഇപ്പം ഇന്ന് മുഖ്യമന്ത്രി 5 ലക്ഷം രൂപ അവരുടെ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവൻ ആ മരണത്തിന് അത് 5 ലക്ഷം ഒന്നും ആവില്ല. എന്നിരുന്നാൽ പോലും ഒരു ചെറിയ തുക എന്നുള്ള രീതിയിൽ അത് കൊടുത്തു. വലിയ നല്ല കാര്യം തന്നെയാണ്. ഞാൻ ആ സമയത്ത് അവിടെ ഇലക്ഷൻ വർക്കിനാകുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. RSPയുടെ മാനിഫെസ്റ്റോയിൽ അവർ കൊടുത്തൊരു സാധനം ഉണ്ടായിരുന്നു, വേണു പ്രോട്ടോകോൾ. അത് പ്രധാനപ്പെട്ട വേണു ഒന്ന് മരിച്ച സംഭവമായി ബന്ധപ്പെട്ടായിരുന്നു. അവർ കൊടുത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണു ആരോഗ്യവകുപ്പിൽ നേരിട്ട ആ ഒരു എന്താ പറയാ ഒരു യാതൊരുവിധ സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നം ഇനി ചവറ മണ്ഡലത്തിലെ ഒരാൾ പോലും പ്രശ്നം നേരിട്ടില്ല എന്നുള്ളതും, അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഡെസ്ക് RSPയുടെ രൂപീകരിക്കും എന്നുള്ളതും, ഷിബു ബേബി ജോൺ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ചവറ മണ്ഡലത്തിൽ ഏതെങ്കിലും വ്യക്തിക്ക് ഹോസ്പിറ്റലായി ബന്ധപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട A to Z കാര്യങ്ങൾ ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ കോർഡിനേഷൻ ചെയ്യുന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ക്യാമ്പയിനിങ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഇത്തരത്തിൽ എന്താ പറയുക, വളരെ മോശം. കാരണം ആ സാധനം നന്നായിട്ട് എഫക്ട് ചെയ്തു. ഒരു പരിധി വരെ ഓട്ടോക്കാരുടെയും പാവപ്പെട്ട ആൾക്കാരുടെയും വോട്ട് കിട്ടാനും. അദ്ദേഹം മാത്രമല്ല, ഈ സാധനം പ്രഖ്യാപിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വേണുവിന്റെ ഭാര്യനെ സദസ്സ് കയറ്റിയിട്ടാണ് VD സതീശനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരെ മുൻനിർത്തിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഷിബു ബേബി ജോൺ ഈ സാധനം പ്രഖ്യാപിക്കുന്നതും അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിങ് സാധനം ഇലക്ഷൻ മാനിഫെസ്റ്റോ മുമ്പോട്ട് വെക്കുന്നതൊക്കെ. പക്ഷെ ഈ ഒരു 5 വർഷത്തെ ഭരണത്തിൽ വേണു മാത്രമല്ല, ഇരയാക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. ICUവിൽ പോലും അതെ, വയറിൽ കത്രിക മറന്നു വെച്ചത്, ആ കുഞ്ഞിന്റെ കൈ മുറിച്ച് കളഞ്ഞത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ഇരകളെ ഒന്നും ഇവർ തിരഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതും കൂടി സർക്കാരിനെതിരെ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു കാര്യമാണ്. ICUവിൽ ഓപ്പറേഷൻ കഴിഞ്ഞിറങ്ങിയ ഒരു പെണ്ണിനെ പീഡിപ്പിച്ച അറ്റൻഡറെ സംരക്ഷിക്കുകയും അതിന് സാക്ഷി പറഞ്ഞ നഴ്സിനെ സ്ഥലം മാറ്റി ഇടുക്കിയിലേക്ക് തട്ടിയിട്ട് അവരുടെ ജോലി കളയാനായിട്ട് സർക്കാർ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെല്ലാം കണ്ടതാണ്. അപ്പൊ അങ്ങനെ അത്രയും പത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ, നമ്മൾ നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ തള്ളി മറിച്ച് 5 വർഷമായിരുന്നു നമ്മുടെ. പക്ഷെ ആ 5 വർഷത്തിൽ ആരോഗ്യ മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്, അത്യാവശ്യം PR വർക്കുകളിൽ കാണുന്ന ഹോസ്പിറ്റൽ അല്ല നമ്മൾ ഇറങ്ങി ചെന്ന് കാണേണ്ടത്. ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളത്തേക്ക് നമ്മൾ ചെന്നാൽ തന്നെ കാഷ്വാലിറ്റിയിൽ വൈകുന്നേരം ഒന്ന് ചെന്ന് നോക്കണം. ഒരു നഴ്സിന്റെ അടുത്ത് പോയിരുന്ന് നമ്മൾ കയ്യിൽ ഡ്രിപ്പ് ഇട്ടിട്ട് ആ കസേരയിൽ നിരന്നങ്ങിയിരിക്കണം. ആ നിരന്നിരുന്ന് ഒരാൾ ഈ ബോട്ടിലും പിടിച്ചോണ്ട് നിന്ന് ആ ട്രിപ്പ് തീർന്ന് ഇറങ്ങി പോരാം. ആ അവസ്ഥയിലേക്ക് വരെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ആ ആരോഗ്യ കേരളം നിന്നിരുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ. ഈ PR മാത്രം കാണുന്ന ആൾക്കാർ വിശ്വസിക്കുന്നതെന്ന് തോന്നുന്നു. ഈ PR മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് നല്ല ക്ലാരിറ്റിയിൽ അങ്ങ് എടുത്ത് കുറച്ച് എഫക്ട്സ് ഒക്കെ ചേർത്തിട്ട് പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമ്പർ 1 ആരോഗ്യ കേരളം തന്നെയാണ്, നമ്പർ 1 കേരളവുമാണ്. മാത്രമല്ല, നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റല് കൊല്ലത്ത് തന്നെയാണ്. അതിന്റെ ഇനാഗ്രേഷൻ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അവിടെ നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ കെട്ടിടം കൊണ്ടുവന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ സുജിത് വിജയംപിള്ളയാണ് അവിടുത്തെ നിലവിൽ ആ സമയത്ത് MLA ഉണ്ടായിരുന്നു. പക്ഷെ കെട്ടിടത്തിൽ വലിയ ഹോസ്പിറ്റലാണ്, നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റൽ നവീകരിച്ച് വലിയ ഹോസ്പിറ്റലാക്കിയതാണ്. ഒരു എക്യുപ്മെന്റ് അതിൻ്റെ ഉള്ളിൽ, ഞാൻ പോയായിരുന്നു അതിൻ്റെ ഉള്ളിൽ, കാലിയാണ്, എംറ്റിയാണ്, ഒരു ഒറ്റ വസ്തു പോലും ഇല്ല. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഫുള്ള് പൊടിപടലം, ഒരു ബെഞ്ചോ ഡെസ്കോ, കടത്താനൊരു ഡെസ്ക് പോലും ഇല്ല. അത്ര പരിതാപകരമാണ്. എന്നിട്ട് വന്നിട്ട് അവർ ഇനാഗ്രേഷൻ ചെയ്തു. അന്ന് അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞ പോലെ അവർക്കുണ്ടായിരുന്ന പ്ലാൻ ഈ പറഞ്ഞ പോലെ ബാക്കി കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇനാഗ്രേഷൻ സമയത്ത് ഇങ്ങോട്ട് മാറ്റിയ ബെഞ്ചും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ആക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ അങ്ങോട്ട് തന്നെ ആക്കുന്നു. കാരണം ഇലക്ഷൻ സമയം വരികയാണല്ലോ, ഇവർ എന്തായാലും ഇതിന് PR വർക്ക് ചെയ്തു, ക്രെഡിറ്റ് എടുക്കണം, ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയുള്ള എത്രപ്പാടായിരുന്നു. മണ്ഡലം ജില്ല മൊത്തം കയറി ഇവരും മണ്ടിപ്പായിരുന്നു വീണ ജോർജ് ആ സമയത്ത്. എല്ലായിടത്തും കയറി ഇനാഗ്രേഷൻ ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ ഒന്നുമില്ല, ആളില്ല, അറ്റൻഡർ ഇല്ല, ഡോക്ടർ ഇല്ല, എക്യുപ്മെന്റ്സ് ഇല്ല, മരുന്നില്ല, ഒരു വസ്തു അവിടെ അല്ല. പക്ഷെ ഇനാഗ്രേഷൻ അവർ ചെയ്തേ. അല്ല, ഇതുപോലെ തന്നെയാണല്ലോ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീട് ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ മരിക്കുമ്പോൾ ആ കെട്ടിടം കുറേ നാളുകളായിട്ട് ഇത്രയും ശോചനീയാവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. ആ സ്ത്രീ അതിനകത്ത് കിടക്കുന്ന സമയത്തും അതിനകത്തൊരു ജീവനുണ്ട് എന്ന് പറയേണ്ടതിന് പകരം, അല്ലെങ്കിൽ അവിടെ ഒരു തിരച്ചിൽ നടത്തിയിട്ട് കൃത്യമായിട്ടും പറയാതെ അവർ പറഞ്ഞത് അതിനകത്ത് ആളില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞ ഒരു മന്ത്രിയെ നമ്മൾ കണ്ടത്. ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ നടന്നതിന് ശേഷവും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്ക്. അതിനകത്ത് നിന്ന് നമ്മൾ ഒരു മെയിൻ OP ന്ന് അടുത്ത കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ എക്സ്റേ EEG ഒക്കെ നടത്തുന്ന അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകാനുള്ള ഒരു ഇടനാഴിയുണ്ട്. അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ്, ഈ വഴി കൂടെ പോകരുത്, ഈ വഴി കൂടെ കടന്നു പോകരുതെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും വീണ് പോകാം എന്ന് വെച്ചാൽ 2 വലിയ ബിൽഡിങ്ങും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന ഒരു ആ വഴി കൂടെ ഒരുപാട്, ആ വഴിയിൽ തന്നെ ബ്ലഡ് ബാങ്ക് ഉൾപ്പെടെയുണ്ട്. ഈ എഴുതി വെച്ചിരിക്കുന്ന അവിടെ തന്നെ ബ്ലഡ് ബാങ്ക് ഉണ്ട്. അപ്പോൾ ബ്ലഡ് ബാങ്കിലേക്ക് പോകണമെങ്കിൽ ആൾക്കാർ എങ്ങനെ പോകണം? അപ്പുറത്ത് EEG എടുക്കാൻ പോകണമെങ്കിൽ എങ്ങനെ പോകണം? ECG എടുക്കാൻ പോകണമെങ്കിൽ എങ്ങനെ പോകണം? ഈ വഴി മാത്രമേ ഉള്ളൂ. എന്നാലും അവരോട് എഴുതി വെച്ചിട്ടുണ്ട്
പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതുന്ന പോലെ ഈ കെട്ടിടം ഏത് നിമിഷവും തകർന്ന് വീഴാവുന്നതാണ്. ഈ വഴിക്ക് കൊണ്ടുപോകരുത് എന്നെഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പോലീസ് കാവലിരിക്കുന്നുണ്ട്. അവിടെ മറ്റൊരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വീഡിയോഗ്രാഫി കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല. പക്ഷേ ഈ വീഡിയോയും ഫോട്ടോ എടുക്കരുതെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ റൂട്ടിൽ കൂടിയാണ്, അവിടെ കൂടിയാണ് സർജറി കഴിഞ്ഞ ആൾക്കാർ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ കൂടിയാണ് ബ്ലഡ് ബാങ്കിലേക്ക് പോകുന്നത്, അവിടെ കൂടിയാണ് ഈ രോഗികൾ മുഴുവൻ എപ്പോഴും അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്ക് പോകാൻ വേറെ വഴിയില്ല. പക്ഷെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചോദിക്കുമ്പോൾ പറയാം അപകടാവസ്ഥയിലാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പോയത്? പക്ഷെ അവിടെ എന്തിനാണ് അങ്ങനെ അപകടാവസ്ഥയിലായിരിക്കുന്ന സ്ഥലത്ത് പോലീസിനെ കാവലിരുത്തിയേക്കാണ്. ഈ ഉദ്യോഗസ്ഥർ തന്നെ, ജീവനക്കാർ തന്നെ സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ അവിടെ കൂടി തള്ളിക്കൊണ്ട് പോവുകയാണ് അപ്പുറത്തേക്ക്. അപ്പം അത്തരം രീതിയിലേക്കൊക്കെ പോയിട്ട് അവസാനം അപകടാവസ്ഥയിലായിരുന്നു എന്ന് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പോയത് ജീവൻ പോണവൻ്റെ മാത്രം ഉത്തരവാദിത്തമാവും കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഇനി മാറ്റം വരേണ്ടിയിരിക്കുന്നു. പുതിയ ആരോഗ്യമന്ത്രി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലത്തെ പഴയ കെട്ടിടങ്ങളൊക്കെ ഇനിയും ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് മാറ്റി വെക്കാണ്ട് ആരോഗ്യരംഗത്ത് ഇനിയെങ്കിലും ഈ PR-നപ്പുറത്തേക്ക് ജനങ്ങൾക്ക് കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ടുള്ള ഒരു സർവീസ് കൊടുക്കാൻ ആരോഗ്യരംഗത്ത് പറ്റട്ടെ. ആർക്കും മയോ ക്ലിനിക്കിലേക്ക് പോകാനുള്ള കാശില്ലാത്തവർക്കും ഇവിടെ ചികിത്സിക്കാനും കൂടെ പറ്റണം. തിരുവനന്തപുരത്ത് പുതിയൊരു മെഡിക്കൽ കോളേജും കൂടി മെഡിക്കൽ കോളേജ് ജില്ലാ ഹോസ്പിറ്റലിന് കൊണ്ടുവരുന്ന മുരളീധരൻ പറഞ്ഞു. കാരണം കഴിഞ്ഞ UDF-ന്റെ കാലത്ത് അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു. പിന്നീട് രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ പിന്നീട് അവർ പറഞ്ഞത് അതിന്റെ ആവശ്യം അവിടെ അല്ല, അതിനുള്ള ഫണ്ടില്ല, ഉള്ള സാധനം നവീകരിച്ചാൽ മതി എന്നുള്ള തരത്തിലായിരുന്നു പറഞ്ഞത്. എന്തായാലും മുരളീധരൻ വന്നതിന് ശേഷം പുതിയൊരു ജില്ലാ ഹോസ്പിറ്റലും കൂടി കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് അവിടെ. എന്തായാലും കാത്തിരുന്ന് കാണാം എങ്ങനെയാവുന്നത്.